ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഈ കൺവെൻഷൻ്റെ 4ാം ദിവസത്തെ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ തോമസ് ജോർജ്, ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ പരമ ഉന്നതമായ ചുമതല വഹിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ പി ജെ ജെയിംസ്, വൈസ് അസിസ്റ്റന്റ് ഓവർസിയറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പി ജെ മാത്യൂസ്, കൗൺസിൽ അംഗങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് ആൻഡ് ഓൾ പാസ്റ്റേഴ്സ് ഓഫ് ചർച്ച് ഓഫ് ഗോഡ്, ഇവരെയായ എല്ലാ ദൈവവിശ്വാസികൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യും. ചർച്ച് ഓഫ് ഗോഡിൻ്റെ 91ാമത് കൺവെൻഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ നല്ല തീമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു കാലഘട്ടത്തിന്റെ തീമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശുദ്ധി. വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാടുന്ന പിശാചുണ്ട്, ഒന്നാന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന പിശാചുണ്ട്, പ്രസംഗിക്കുന്ന പിശാചുണ്ട്, ഉപവസിക്കുന്ന പിശാചുണ്ട്. പക്ഷെ വിശുദ്ധിയിൽ ജീവിക്കുന്ന പിശാചില്ല. നമ്മൾ വിശുദ്ധരാകയോ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ വിശുദ്ധരാണ്. ആരാണ്? അവിടെയും ഇവിടെയും എവിടെയും. പ്രൈസ് ഗോഡ്. അമേരിക്ക ആയാലും ഗൾഫ് ആയാലും കേരളമായാലും നോർത്ത് ഇന്ത്യ ആയാലും സൗത്ത് ഇന്ത്യ ആയാലും അന്റാർട്ടിക്ക ആയാലും അവിടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ പേരാണ് വിശുദ്ധൻ. ഇന്ന് രാത്രി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രം ഒരു സ്തോത്രം ചെയ്യാമോ? നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, വിശുദ്ധൻ. ആമേൻ. ആരാണ് വിശുദ്ധൻ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നവനാണ്. ഞാൻ വേദോസം മുഴുവനും പരിശോധിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധീകരണം വേണമെങ്കിൽ നമ്മുടെ ഒരു പാർട്ടുണ്ട്. നമുക്കൊരു പാർട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഒരുത്തനെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കാത്ത ഒരുത്തനെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. യെശയ്യാവിനെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞു നമ്മൾ കേട്ടു. യെശയ്യാ പ്രവചനത്തില് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ 6-ാം അധ്യായത്തിൽ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളെ ജലത്തിനിടയിൽ പാർക്കുന്നു. ഈ ഒരു ബോധം വരാത്തവനെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. ആദ്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ, എന്റെ വിശുദ്ധി ഇനിയും പൂർണ്ണമാകാനുണ്ട്. ഞാൻ തികഞ്ഞവനായിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. തികഞ്ഞവനെ ശരിയാക്കി എടുക്കാൻ പറ്റുകയില്ലെന്ന്. ആമേൻ. പ്രൈസ് ഗോഡ്. തികഞ്ഞവനെ ശരിയാക്കി എടുക്കാൻ പറ്റുകയില്ല. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്നും ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ പാർക്കുന്നവനാണെന്നും യെശയ്യാവ് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരുടെയും കൂടെ നിന്നുകൊണ്ട് യെശയ്യാവ് പറഞ്ഞു, ഞാനും ഇവരെ പോലെ ഒരുവനാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഞാനും ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു കൂട്ടം ജനത്തിന്റെ മധ്യയാണ്. എനിക്കും ശുദ്ധിയില്ലാത്ത അധരമാണ്. ഇത് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ തീക്കനലല്ല കൊടില് കൊണ്ടുവന്നാലും അവൻ പാര കൊണ്ടുവന്നാലും ഈ പുള്ളി വായ പൊളിക്കത്തില്ല. പ്രൈസ് ഗോഡ്.
ദൈവത്തിന്റെ ദൂതൻ യാഗപീഠത്തിലെ കനലുമായി വരാൻ ഒരുങ്ങിയിട്ടുണ്ട്. അവൻ എന്റെ നിന്റെ അടുക്കൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശുദ്ധിയില്ലാത്തവനാണെന്നൊരു ബോധ്യം വന്നെങ്കിൽ മാത്രമേ വായ തുറക്കൂ. ഇവിടെ ഒരു സ്തോത്രം പറയാൻ വായ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഹല്ലേലൂയ പറയാൻ വായ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. അന്യഭാഷയിൽ ആരാധിക്കാൻ വായ തുറന്ന് ആരാധിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ന് രാത്രി ആരാധനയുടെ മുമ്പിൽ, സ്തോത്രത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയയുടെ മുമ്പിൽ നമ്മൾ കേട്ടതുപോലെ സകല കോട്ടകളും ഇടിഞ്ഞു വീഴും. ആര് ഹല്ലേലൂയ പറയുമ്പോൾ? വിശുദ്ധൻ ഹല്ലേലൂയ പറയുമ്പോൾ. ഇന്ന് രാത്രി കർത്താവേ, ഒരു വിശുദ്ധീകരണത്തിലേക്ക് ദൈവസഭയെ മൊത്തമായി നീ നടത്തണമേ. തടസ്സമായി പോരാടുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശാസിക്കുന്നു. നിന്റെ ദാസന്മാരായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ശത്രു കെട്ടിയിരിക്കുന്ന കോട്ടകൾ ഇടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ. നസ്രയുടെ നാമത്തിൽ ഇടിയട്ടെ. ഇന്ന് രാത്രി കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. നാളെയും വെളിപ്പെടണമേ. ഈ ദിവസങ്ങളിൽ വെളിപ്പെടണമേ. ഈ കൺവെൻഷനിൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വീണ്ടും ജീവിക്കേണ്ടതിന് നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. ഈ ഒരു താല്പര്യം എന്നെ കുറിച്ച് തന്നെ എനിക്കൊരു കാഴ്ചപ്പാട് വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മെ തന്നെ വെടിപ്പാക്കി. ഹല്ലേലൂയ. ഇതൊരു ഏജൻസിക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. വിശുദ്ധീകരണത്തിന്റെ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റിയല്ല. കർത്താവിൽ വിദ്ര കൊള്ളുന്ന എന്നെ സ്നാനപ്പെടുത്തിയ എം വി ചാക്കോ സാറ് ഒരു കഥ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിന് ഓർമ്മയില്ല. പഴയകാലത്ത് പ്രൈസ് ഗോഡ് ഒരു സഭ, അതിനകത്തൊരു ശുദ്ധീകരണം നടക്കുമ്പോൾ, വിശുദ്ധീകരണത്തിന് വേണ്ടി സഭ തയ്യാറാകുമ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആമേൻ, ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടറിയാമോ? സഭയിൽ നിന്ന് ചിലരെ വിസ്തരിച്ച് പുറത്താക്കണം. എന്തിനാണെന്നറിയാമോ? സഭയ്ക്ക് ശുദ്ധീകരണം വരാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിലുള്ള കൈയും കാലും മൂക്കും കണ്ണും ചെവി ഇതൊക്കെ അവിടെ ഇരുന്നാൽ നല്ല രസമാണ്. പക്ഷെ ഇടയ്ക്ക് അതേലോട്ട് ഇൻഫെക്ഷൻ കയറിയാൽ, ഹല്ലേലൂയ, അണുബാധ വന്നാൽ എത്ര വെളുത്ത കൈയാണെങ്കിലും, എത്ര മനോഹരമായ നഖമുള്ള വിരലാണെങ്കിലും, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സർജൻ എന്ത് ചെയ്യുന്നറിയാമോ? നിഷ്കരുണം അങ്ങ് തട്ടി. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ കാലിന്റെ പെരുവിരലെ തുടങ്ങിയിട്ട് ഇപ്പൊ ഇവിടം വരെ ആയേക്കും. പ്രൈസ് ഗോഡ്. കാരണം എന്നാന്നറിയാമോ? ഈ മനുഷ്യൻ ജീവിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ശുദ്ധീകരണം ദൈവസഭയിൽ ഏറ്റെടുക്കണമെങ്കിൽ ഗാംഗ്രൈൻ ബാധിച്ച ഡയബറ്റിക് ആയിട്ടുള്ള ചില അവയവങ്ങളെ വെട്ടിമാറ്റണം. യേശുവിന്റെ നാമത്തിൽ ശരിയായ ഒരു ശുദ്ധീകരണത്തിനകത്ത് സർജറി ഉണ്ട്. ആമേൻ. പക്ഷേ എം വി ചാക്കോ സാർ പറഞ്ഞെന്നറിയാമോ? 20 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ്. അന്ന് നടക്കത്തില്ലെന്നാ പറഞ്ഞത്. ഇത് അന്ന് നടക്കത്തില്ലെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? പ്രൈസ് ഗോഡ്. ഇത് പെന്തിക്കോസ്ത് സഭയുടെ മാത്രം പ്രത്യേകതയാണ്. എന്നാ പറഞ്ഞെന്നറിയാമോ? ഒരു സഭയിൽ ഒരുത്തൻ ക്രമം കെട്ട് നടക്കുന്നത് കേട്ടു. കംപ്ലൈന്റുകൾ പുറകെ വന്നു. അന്വേഷിച്ചു, സത്യമാണെന്നറിഞ്ഞു. മാനസാന്തരപ്പെട്ടതല്ലെന്ന് മനസ്സിലാക്കി. നമ്മൾ കേട്ടതുപോലെ ജഡീകനാണെന്ന് മനസ്സിലാക്കി, കാർണലാണെന്ന് മനസ്സിലാക്കി.
ഇവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. ഇവൻ എങ്ങനെയോ അകത്ത് കയറി കൂടിയതാണെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സഭയിലും കയറി കൂടിയവരെ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് ശരിക്കും കേൾക്കണം. ഹല്ലേലൂയ, കയറി കൂടിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവവചന പ്രകാരം മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ ചെന്ന് ബോധ്യപ്പെടുത്താൻ നോക്കി. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞില്ല, ദൂതൻ കനലും കൊണ്ട് ചെന്നാലും വാ വിളിക്കാത്തവൻ ഈ നമ്മൾ ചെന്ന ശരിയാവും. ദൈവത്തിന്റെ ദൂതൻ വന്നാൽ റെസ്പോണ്ട് ചെയ്യാത്തവൻ പാവപ്പെട്ട ഉപദേശിമാരി എന്നാൽ ശരിയാവോ? ഇല്ല, ശരിയായില്ല. പിന്നെന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ഗോഡ്. 2-3 പേരെ കൂട്ടിക്കൊണ്ടിരുന്നു. ആമേൻ. അവരെയും കൂട്ടാക്കാഞ്ഞാൽ അടുത്ത പരിപാടി പറഞ്ഞു, സഭ കൂടിയിട്ട് അവനെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പുറത്താക്കുക എന്ന് പറഞ്ഞാല് പൗലോസിന്റെ ഭാഷയിൽ എൻ്റെ ആത്മാവും സഭയുടെ ആത്മാവും എല്ലാം കൂടെ രണ്ടും കൂടെ ചേർന്നിട്ട് അവനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പൊ സഭ കൂടി ഇങ്ങനത്തെ ഒരുത്തനെ ജഡസംഹാരത്തിനായി പ്രാർത്ഥിച്ച് സാത്താനെ ഏൽപ്പിക്കാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിപ്പോണ്ട ഒരുത്തൻ ഓടി വരുന്നു. പ്രൈസ് ഗോഡ്. പറഞ്ഞു, അവനെ പുറത്താക്കണ്ട, സാത്താനെ ഏൽപ്പിക്കണ്ട, അവനെ വേറൊരു സഭക്കാർ കൊണ്ടുപോയി. ഇത് പെന്തിക്കോസ്തിലേ നടക്കൂ. ഇത് പെന്തിക്കോസ്തിലേ നടക്കൂ. കത്തോലിക്ക സഭയിൽ നിന്ന് ഞാൻ വന്നത് അവിടെ നടക്കത്തില്ല. മുടക്കിയതാണ്. ഹല്ലേലൂയ. യാക്കോബ സഭ നടക്കൂ? മർത്തോമായിൽ നടക്കുമോ? CSI സഭ നടക്കുമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവിടെ നടക്കാത്തത് എന്നാന്നറിയാമോ? അവിടെ നിന്ന് തള്ളിയ സ്വീകരിക്കാൻ ആളില്ല. ഇന്ന് രാത്രി അവിടെ നിന്നും ഇവിടെ നിന്നും തള്ളിയ നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കുന്ന പരിപാടി ഈ തീം വച്ച് അവസാനിപ്പിക്കാൻ ദൈവസഭ തയ്യാറായാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ആമേൻ. ബാക്കിയുള്ള ദൈവദാസന്മാർക്ക് നിന്ന് പൊറുക്കാം. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവദാസന്മാരെ അവൻ കണ്ണുനീര് കുടിപ്പിക്കുന്ന ചില ജീവിതങ്ങളെ ഈ 2014 സ്വർഗത്തിലെ ദൈവം ഇടപെട്ട് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. ബടബല ഹദ്ദുര ജബന രഗദഗ ജഗരഗ ശന്തര ഖൗഡ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടത് പ്രൈസ് ഗോഡ് സാവധാനതയും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം. ഉപദേശിമാർക്ക് വലിയ അംബിഷനൊന്നുമില്ല. ഒരു വേദപുസ്തകം ഉണ്ടാവും, അത് വായിക്കും. അതിൽ നിന്ന് ഞായറാഴ്ച ഒരു സങ്കീർത്തനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു കൺവെൻഷനെ വിളിച്ചാൽ അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ് യോഗത്തിന് വിളിച്ചാൽ ഒരു ദൂത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയാൽ അവന് കൊടുക്കാനുള്ളത് കർത്താവേ എന്റെ നാവിൽ തരണമേ എന്ന് ആഗ്രഹമുണ്ട്. ഈ 4 ആഗ്രഹമുള്ള ഒരു ഉപദേശി പട്ടിണി കിടക്കത്തില്ല. അവനെ ദൈവം സഹായിക്കും. പ്രസംഗിക്കാനുള്ള ദൂത്, പറയാനുള്ള ആലോചന, സങ്കീർത്തനങ്ങൾ അവന്റെ നാവിൽ കൊടുത്ത് അവനെ ശുശ്രൂഷയിൽ ഉയർത്തി അവന് ദൈവം ഉപയോഗിക്കും. ഇന്ന് രാത്രി എന്നെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കും. 2014 ദൈവസഭയിലെ വിശ്വസ്തന്മാരായ ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കും. ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ തടഞ്ഞാലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിന്റെ അടവുകളെ തകർത്തുകൊണ്ട് ദൈവസഭ മുന്നോട്ട് പോകും. ഇന്ന് രാത്രി അത്ഭുതമായി ആരാധിച്ചാട്ടെ. ശുശ്രൂഷ വെളിപ്പെടട്ടെ. ജനത്തിന് ശുശ്രൂഷ വെളിപ്പെടട്ടെ. ദൈവദാസന്മാരുടെ ശുശ്രൂഷ വെളിപ്പെടട്ടെ. ദൈവദാസന്മാരുടെ കൃപയുടെയും കൃപാവരങ്ങളുടെയും ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ടെക്നിക്കുകളല്ല. പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടത് ടെക്നിക്കല്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടത് ടെക്നിക്ക് ഒന്നുമില്ലാത്ത നിഷ്കളങ്കമായ നിർമ്മലമായ വിശുദ്ധിയുള്ള നമ്മുടെ സഭയ്ക്ക് തന്നിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു മനസ്ഥിതി മതി.
ദേശം വരണ്ടിരിക്കുമ്പോൾ, ദേശം വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദേശം ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വേണ്ടത് പ്രോജക്റ്റുകളല്ല. ഹല്ലേലൂയ. ഇന്ന് വേണ്ടത് ഹല്ലേലൂയ പുതിയ പുതിയ സ്ഥാപനങ്ങളല്ല. ഇന്ന് വേണ്ടത് പുതിയ പുതിയ സഭകളല്ല. ഇന്ന് വേണ്ടത് ഉള്ള സഭകളിൽ ദൈവവചനം, തീരെ ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് സഭകളിൽ നിന്ന് പുറപ്പെടട്ടെ. ദേശം കീഴടക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. I take full authority tonight in the name of Jesus. Hallelujah. 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 Amen. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ആണെന്ന് തോന്നിയ ക്ഷമിച്ചേക്കണം. ഇന്ന് വേണ്ടത് ഞായറാഴ്ച ആരാധനയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവദാസന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വാക്യം വായിച്ചു കൊടുത്ത് സഹായിക്കുന്ന ഭാര്യമാരുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവദാസന് വാക്യം വായിച്ചു കൊടുത്ത് സഹായിക്കുന്ന ഭാര്യമാരുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദൈവദാസന്, പ്രൈസ് ഗോഡ്, പാട്ടിട്ട് കൊടുക്കുന്ന ഭാര്യമാരുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദൈവദാസന് വേണ്ടി സഭയുടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഭാര്യമാരുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഇതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പിടിക്കുന്ന സഹോദരിമാർ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താവ് ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പം ദൈവസന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ച് ശാസിച്ച്, ആമേൻ, ഇന്ന് രാത്രി എന്റെ ഭർത്താവ്, ഇന്ന് പകൽക്കാലം എന്റെ ഭർത്താവ്, ഈ സഭായോഗത്തിൽ എന്റെ ഭർത്താവ് നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, വായി തുറക്കുമ്പോൾ പറയപ്പെടേണ്ട വചനം ലഭിക്കേണ്ടതിന് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ അവൻ എഴുന്നേറ്റേ പറ്റൂ. ഹല്ലേലൂയ. പണ്ടൊരു പ്രവാചകനായിരിക്കുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ആ ദൈവദാസനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം അച്ചട്ട ദൂത്, കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരെ കണ്ടാലും പ്രാർത്ഥിച്ച് കഴിഞ്ഞ കാല ചരിത്രം കൃത്യമായിട്ട് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, ആരാ പറഞ്ഞെന്നും പറയുന്നില്ല, കേട്ടത് ഇങ്ങനെയാണ്, ഈ പ്രവാചകനായിരിക്കുന്ന പാസ്റ്റർക്ക് കൃത്യമായ ദൂത് കറക്റ്റായിട്ട് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ഭാര്യ. സകല ചരിത്രവും കുറിച്ച് മനസ്സിലാക്കി അപ്പോഴപ്പോ ഇപ്പൊ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് ഒരു SMS കൊടുത്താൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ദൈവവചനം കലർപ്പില്ലാതെ ശുശ്രൂഷിച്ച് അതിന്റെ ഫലം മാത്രം മതി എന്ന് പറഞ്ഞ് അതിനുവേണ്ടി മാത്രം കാത്തിരിക്കുന്ന നമ്മൾ ഒരു കൂട്ടം ശുശ്രൂഷകന്മാരും സഭയുമാണ് നമുക്ക് വേണ്ടത് മക്കളെ. ഹല്ലേലൂയ. ഇന്ന് അതിന്റെ അഭാവം കൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദുരുപദേശങ്ങൾ ദേശത്ത് തഴച്ചു വളരുകയാണ്. Praise the Lord, hallelujah. Even the deity of Jesus Christ is questioned. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം പോലും ചോദ്യം ചെയ്യുന്ന ദുരുപദേശങ്ങൾ ദേശത്ത് വളരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാരണം ഞാൻ പറയാം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏറ്റവും അധികം കള റോഡ് സൈഡിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ നല്ലത് നടാൻ ആളില്ല. ഇന്ന് രാത്രി ദൈവങ്ങളോട്, ദൈവസഭയോട്, ദൈവദാസൻ ഞാൻ പറയട്ടെ, ഈ 2014 ദുരുപദേശത്തിനെതിരായി ലോക്കൽ സഭകളിലെ ഓരോ ദൈവദാസന്മാരും ഏറ്റവും കുറഞ്ഞത് സഭായോഗ ശുശ്രൂഷയിൽ 10 മിനിറ്റെങ്കിലും എല്ലാ സഭായോഗങ്ങളിലും ജനത്തെ ബോധവൽക്കരിച്ചേ പറ്റൂ. അതൊരു മീഡിയയ്ക്ക് മാത്രമുള്ളതല്ല, അത് പത്രമാസികൾക്ക് മാത്രമുള്ളതല്ല, അതൊരു ഡിസ്കഷൻ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, അതൊരു ചർച്ച കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, അതൊരു സെമിനാർ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. അല്ലെങ്കിൽ ഈ നാളുകളിൽ ദുരുപദേശത്തിനെതിരായി ശക്തിയോടെ നിൽക്കുന്ന ജനത്തിന് മാത്രമേ വിശുദ്ധീകരണം എന്തെന്ന് ഏറ്റെടുക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ
ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട, വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ട, നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയാണ്. ഹല്ലേലൂയ. അതിന് എന്ത് ചെയ്യണം? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത് എനിക്ക് പറ്റത്തില്ല, ഞാൻ ഉപവസിക്കാൻ പോവുക, പട്ടിണി കിടക്കുകയല്ലാതെ ആ ഉപവാസം കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആരണ്ട് പറഞ്ഞു കേട്ടു, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരു തുണിക്കട കയറി, അവിടെ നിന്ന് ഹല്ലേലൂയ നല്ലൊരു ഉടുപ്പ് അടിച്ചു മാറ്റി ബാഗിൽ വെച്ചു. പ്രൈസ് ഗോഡ്. കൗണ്ടറിൽ ചെന്നപ്പം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പിടിച്ച് ബാഗ് തുറന്നു ഈ തുണി എടുത്ത്, ഈ ഉടുപ്പെടുത്ത് വലിച്ചെടുത്ത് എങ്ങനെയാണെന്നറിയാമോ? പിശാചേ. ആർക്കാ കുറ്റം? പിശാചിനെ. എടാ, കൺമോഹവും ജഡമോഹവും ലോക ജീവനത്തിന്റെ പ്രതാപവും കൂടി ഇതിനകത്ത് കയറിയേക്കുക. പിശാച് പാവം, പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. കൈ കിട്ടിയ പുള്ളി നല്ല ഇട്ടി വെച്ചിട്ടില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണം, ദൈവവചനം നമുക്ക് തന്നിട്ടുള്ളത് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ വിശ്വാസികളെ മനസ്സിലാക്കിക്കണം, ലോകത്തെ മനസ്സിലാക്കിക്കണം. എന്നാന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ആഖാനെ വിളിച്ചു വരുത്തി, മകനെ എന്തുവാ ഉണ്ടായത് പറയടാ എന്ന് പറഞ്ഞപ്പോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിന്റെ ദാസൻ ടി.ജി. ഉമ്മത്തിനെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു സഭയിൽ 7-ാം കുറ്റി മറിച്ചിട്ട് ഒരുത്തൻ, പ്രൈസ് ഗോഡ്, ഇങ്ങനെ ഭയങ്കര വിശുദ്ധനായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ ആരൊക്കെ ചോദിച്ചിട്ടും പുള്ളിക്ക് ഒന്നും പറയാൻ പറ്റും, ഒന്നും പറയുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ലെന്നാ പറയും. ഒടുക്കം ദൈവത്തിന്റെ സ്തോത്രം ടി.ജി. ഉമ്മച്ചൻ സാറിങ്ങനെ വിളിച്ചിട്ട് അവനോട് പറയടാ എന്താടാ ഉണ്ടായെന്ന് ചോദിച്ചു. പുള്ളി തത്ത പറഞ്ഞല്ലോ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഇടിച്ചിട്ടാണോ, പൊട്ടിയിട്ടാണോ? അല്ല, ദൈവശക്തിയിൽ നിന്നുകൊണ്ട് ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ അശുദ്ധൻ പുറത്തു വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി എക്കാലവും നിന്നിട്ടുള്ള ദൈവസഭയ്ക്കകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടേണ്ടതിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവസഭ എന്ന് പറഞ്ഞ ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ പറ്റൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. അപ്പം ഈ വിശുദ്ധിക്ക് വേണ്ടി ഹല്ലേലൂയ നിൽക്കുന്ന ജനം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതെ വിശുദ്ധീകരിക്കണമേ 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 എന്ന് പറഞ്ഞാൽ നമേ 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 എന്ന് പറഞ്ഞ് മണിയടിക്കുകയല്ലാതെ കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ. പിന്നെന്തോ ചെയ്യണം? തിരുവചനം പറയുന്നു. ഇന്ന് വായിച്ച കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ മേളിലോട്ട് വായിക്കുമ്പോൾ, ഇത് അധ്യായമായിട്ടൊക്കെ തിരിച്ചത് പിന്നീടാണ്, വാക്യമായിട്ട് തിരിച്ചത് പിന്നീടാണ്. ഇത് ഒറ്റ എഴുത്തായിരുന്നു. നമ്മുടെ കുഴപ്പം 6-ാം അധ്യായം വായിച്ചിട്ട് 7-ലോട്ട് പോകുമ്പോൾ 6 മറക്കും, 8-ലോട്ട് പോകുമ്പോൾ 7 മറക്കും, 9-ലോട്ട് പോയാൽ 10 മറക്കും, 11-ലോട്ട് പോകുമ്പോൾ 12-ലോട്ട് പോകുമ്പോൾ 11 മറക്കും. അവസാനം 13-ാം അധ്യായം വായിച്ച് കഴിയുമ്പം 13 മറക്കും. ഇതാ പ്രോസസ്. അതിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഹല്ലേലൂയ മുകളിലും താഴെയുള്ളത് എല്ലാം കൂടെ ചേർത്ത് വച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രിയിലും പറഞ്ഞു തരും. ഞാനല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഇന്ന് രാത്രി കർത്താവേ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അതിലൊരു അംഗമെന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ചങ്കത്ത് കൈവച്ച് ചോദിച്ചാൽ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ? താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന സഭയാം ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ ഇത് ജീവനുള്ള ദൈവം അല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വെളിപ്പെട്ട് കിട്ടുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ ഫീലിംഗ് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഫീലിംഗ്, അതിന്റെ പേരാണ് റിപ്പൻഡൻസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്.
അത് തുടങ്ങുന്നത് മനസ്സാക്ഷിക്കുത്തിൽ കൂടെയാണ്. എ ഗിൽറ്റി കോൺഷ്യസ്നസ്. ഹല്ലേലൂയ. ഒരു മനസ്സാക്ഷിക്കുത്ത്. പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഈ മനസാക്ഷിക്കുത്തുണ്ടാക്കാൻ പറ്റും. മനസാക്ഷി കുത്താൻ തുടങ്ങിയാൽ ഞാൻ വാ വിളിച്ചോ. ചരിത്രം പറയുന്നത് രണ്ടുപേരും, അപ്പോസ്തലന്മാരിൽ രണ്ടുപേരും ചെയ്ത തെറ്റ് സമാന അർത്ഥത്തിൽ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ആരാണ്? പത്രോസും യൂദയും. ഹല്ലേലൂയ. രണ്ടുപേരുടെയും മനസാക്ഷി കുത്തി. യൂദ ഏറ്റുപറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അപ്പൊ മനസാക്ഷി കുത്തിയിട്ട് ഏറ്റു പറഞ്ഞത് കൊണ്ടും കാര്യം തീരുന്നില്ലെന്ന്. ഹല്ലേലൂയ. പത്രോസിന്റെയും മനസാക്ഷി കുത്തി. പത്രോസേ, ഇന്ന് കോഴി 3 വട്ടം കൂകുന്നതിന് മുമ്പ്, 2 വട്ടം കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഹല്ലേലൂയ. കോഴി കൂവിയത് മതിയായിരുന്നു പത്രോസിന്റെ മനസാക്ഷി കുത്താൻ. ഇവിടെ ആമൻ ഫയർ എഞ്ചിൻ വെച്ച് കൂവിയാലും മനസാക്ഷി കുത്തുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് യൂദായോട് ഇടപെട്ടത് ഹോളി സ്പിരിറ്റ് ഡയറക്ട്ലി. യൂദയോട് ഇടപെട്ടത് പരിശുദ്ധാത്മാവ് നേരിട്ട്. പത്രോസിന് ഇടപെട്ടത് ആരാണ്ടിന്റെ വീട്ടിൽ വളർത്തിയ ഒരു കോഴിയാ. ഗുണം പിടിക്കാവുന്നവന് കോഴി കൂവിയാ മതി, ശരിയാവും. അല്ലാത്തവന് പരിശുദ്ധാത്മാവ് നേരിട്ട് വന്നാലും ഇവൻ ഗുണം പിടിക്കത്തില്ല, ഇവൻ പോയി കെട്ടിഞ്ഞാന്ന് ചാവും. ഇന്ന് രാത്രി ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പാപബോധം വരുത്താനും ചിലത് ഗുണം പിടിക്കാത്ത അതുകൊണ്ടാണ്. ഇത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഈ പാപത്തിൽ രസിച്ച്, പാപത്തെ സ്നേഹിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് കുത്തിയാൽ പുറന്നിരിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവസ്നേഹത്തിൽ മുന്നിട്ട് വല്ല വിധേനയും മരിച്ചവരുടെ ഇരുന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് കുറ്റബോധം കൊടുത്താൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വ്യത്യാസം എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിന്റെ അടുക്കൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പം പുള്ളി ചെയ്തത് നമുക്കറിയാം. നേരെ കസേരയും താഴെ. എന്നാൽ പിന്നീട് വേറൊരു പ്രവാചകൻ ചെന്ന് വേറൊരു രാജാവിനോട് ഇതിന് സമാന അർത്ഥമുള്ള പറഞ്ഞില്ല, വലിയ കാര്യമൊന്നും പറഞ്ഞില്ല, ചെറിയൊരു കാര്യമേ പറഞ്ഞുള്ളൂ. യാഗവിടമേ ഇത് പൊട്ടിപ്പോഴും തൂയി പോത്രന്നു എന്താ പറഞ്ഞു, പിടിക്കടാവനെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പിടിക്കട എന്ന് പറയുന്നവൻ രക്ഷപ്പെടത്തില്ല. എന്നാൽ താഴെ ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയെ വീണ്ടും ഉപയോഗിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഈ നാളുകളിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജീവിതത്തിന്റെ പരിശോധനാ വേളകളിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പിശാച് വച്ച് നീട്ടുന്ന കോട്ടകൾ, നിന്റെ അകത്ത് കെട്ടിയ കോട്ടകൾ, ഹല്ലേലൂയ, 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 അതിന് ചായം തേക്കാൻ സമ്മതിക്കല്ലേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പല പല കല്ലുകൾ കൊണ്ടുവന്ന് എന്റെയും നിന്റെയും ഹൃദയത്തിൽ കോട്ട കെട്ടാൻ ശ്രമിക്കുമ്പം ഞാൻ വിചാരിക്കുന്നത് ഫൗണ്ടേഷൻ ഇട്ടേച്ച് കഴിയുമ്പോൾ അവന് കല്ലും കൊണ്ട് വരത്തുള്ളൂ. ഫൗണ്ടേഷൻ ഇടുന്ന ഞാനാ. ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ ശുദ്ധീകരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഓർത്തോണം. കർത്താവിൻ ദാസൻ 2 പട്ടിയുടെ കാര്യം പറഞ്ഞു, വെളുത്ത പട്ടി, കറുത്ത പട്ടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഒരു പട്ടിയുടെ കാര്യം പറയാം. പ്രൈസ് ഗോഡ്. അത് സായിപ്പ് പറഞ്ഞ കഥയിലെ പട്ടിയല്ല, എൻ്റെ വീട്ടിൽ വളർത്തിയ പട്ടിയാ. ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാത്രി മുഴുവൻ കിടന്നുറങ്ങും, പകല് വല്ലവരും വന്ന് കയറി കടിക്കും എന്ന് പറഞ്ഞ കള്ളന്മാരൊക്കെ
പുള്ളിയുടെ കൂട്ടുകാരാ. നല്ലവരൊക്കെ പുള്ളിയുടെ ശത്രുക്കളുമാ. ഇങ്ങനത്തെ പട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് പി ജി മാത്സ് സാറിന് ഭയങ്കര സ്നേഹമാണ്. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പാസ്സായി ഫസ്റ്റ് ഇയറിൽ ജോലി അല്ലെ പാസ്സായിട്ട് എൻ്റെ ഫോർത്ത് ഇയറിൽ ആരൊക്കെ ജോൺ സാറിൻ്റെ മകൻ ജോർജ് കുട്ടിയോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളുടെ പാസ്റ്റർ മാറി വന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ആ കാലത്ത് മാറി വന്നത്. ജോർജ് കുട്ടി എന്നോട് പറഞ്ഞെന്നറിയാമോ? ഞങ്ങളുടെ പാസ്റ്റർ പേരെന്നാ പി ജി മാത്യൂസ്. അദ്ദേഹം ഏത് വീട്ടിൽ ചെന്നാലും വിളിച്ചു ചോദിക്കും, ഇവിടെ പട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ 4 കാലും വാലുമുള്ള പട്ടിയല്ല. ഈ വീട്ടിൽ വേദപുസ്തക ഭാഷയിൽ പിന്മാറ്റക്കാരനുണ്ടോ? എത്ര പട്ടിയുടെ പേരറിയാം? ഹല്ലേലൂയ. അപ്പൊ എന്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടിയുടെ സ്വഭാവം ഇതായപ്പം എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, അവസാനം സംഭവിച്ചത് ആ കാലത്ത് ഈ ബെഡ്ഷീറ്റ്, റെഡിമെയ്ഡ് ഡ്രസ്സ്, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളുണ്ട്. അവരെ ചെട്ടിയാന്മാരെന്ന് ഞങ്ങൾ പറയുന്നത്. പാവപ്പെട്ടൊരു ചെട്ടിയാര് പ്രൈസ് കോഡ് ഹല്ലേലൂയ വീട്ടിൽ കുറെ തുണിയുമായിട്ട് വന്നു. അന്ന് അതിൽ നിന്ന് എന്തോ ബെഡ്ഷീറ്റ് എന്തോ വെച്ച് മേടിച്ചു. കാശും കൊടുത്ത് ഞങ്ങൾ അകത്തോട്ട് പോയി. ചെട്ടിയാര് പാവം ഈ കൊണ്ടുവന്ന തുണിക്കെട്ട് തലയിലോട്ട് കയറ്റി തിരിഞ്ഞതിൽ പട്ടി കയറി ഒരൊറ്റ കടി കൊടുത്തു. ചെട്ടിയാർക്ക് 1 മാസത്തേക്കെങ്കിലും പുറത്തിറങ്ങാൻ പറ്റിയല്ല. അത് നല്ല സ്ഥാനം നോക്കുന്ന കടിയായിരുന്നു. അന്ന് വൈകുന്നേരം എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഇനി ഈ പട്ടിയെ നമുക്ക് ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. രാത്രി ആര് കയറിയാലും പുള്ളി അറിയത്തില്ല. പകല് വരുന്നവനെ ഉപദ്രവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നോട് പറഞ്ഞു, എടാ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പിറ്റേ ദിവസം ഈ ദൗത്യം ഏറ്റെടുത്തു. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പുഴയാണ്, വരാപ്പുഴക്കായല്ല. അതിൻ്റെ അക്കരെയാണ് അന്ന് ഈ നെല്ല് കുത്തുന്ന മില്ലൊടണുള്ളത്. പ്രൈസ് ഗോഡ്. അപ്പൊ ഞങ്ങൾ വള്ളത്തിലാണ്, ചെറിയ വള്ളത്തിലാണ് ഈ നെല്ല് കുത്താൻ പോകുന്നത്. അന്ന് നെല്ല് കുത്തിക്കാനായിട്ട് പോയപ്പം ഞാൻ ഈ നെല്ലിന്റെ ചാക്കിന്റെ കൂടെ ഈ പട്ടിയെ കയറ്റി. ഇപ്പോ എന്റെ നല്ല വിശ്വാസം എന്നാണെന്നറിയാമോ? ഇത് ഏക്കുന്ന. ഞാൻ ഈ പുള്ളിയെ കൊണ്ടുപോയി കരയ്ക്ക് ഇറക്കി വിട്ട് പുള്ളി എന്നെ നോക്കി ടാറ്റയൊക്കെ പറഞ്ഞു പോകുന്ന കണ്ടു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, പട്ടിയെ കളഞ്ഞെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും സന്തോഷമായി. പോയി കിട്ടിയല്ലോ, ദുരിതം പോയി കിട്ടിയല്ലോ. രാത്രി FACT ജോലി ചെയ്യുന്ന എൻ്റെ അപ്പത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ്, രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് 12 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് 12:45 വീട്ടിൽ വന്നപ്പോൾ ശ്രീമാൻ വാതിൽക്കൽ കിടപ്പുണ്ട്. ചിലത് കളഞ്ഞാലും പോകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ കളഞ്ഞെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം. എന്നോട് ഒരാൾ പറഞ്ഞു, ഇത് അക്കര, അതിൻ്റെ അക്കര, അതിൻ്റെ അക്കര, ഏഴാങ്കടലിൻ്റെ അക്കര എന്ന് പറഞ്ഞ പോലെ പല ദ്വീപിൽ കൊണ്ട് വിട്ടു നോക്കി. പക്ഷെ പുള്ളി കൃത്യമായിട്ട് വിട്ടു. ഒടുക്കം ഒരാളെന്നോട് പറഞ്ഞു, കാഞ്ഞിരത്തിൻ്റെ വേര് ഇറച്ചിയിലിട്ട് വേവിച്ച് ഇഷ്ടംപോലെ തിരിച്ചോളാൻ പറഞ്ഞു. തിന്നു, ഒറ്റ തീറ്റ തിന്നുള്ളൂ, പുള്ളി പണി തിന്നു. ഇതൊരു സുഖമാണ്. രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവദാസൻ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ എൻ്റെ പട്ടിയുടെ ലാംഗ്വേജിൽ പറഞ്ഞത്. ജഡത്തെ സംഹരിക്കാതെ അതിനോട് കോംപ്രമൈസ് ചെയ്യാതെ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ. ആ തീരുമാനമുള്ള ഒരു കാലമേർത്ത് സ്തോത്രം ചെയ്താട്ട് ജഡത്തെ കൈകാര്യം ചെയ്യും, ജഡീകരെയും കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണിത്. ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്? ആദ്യം നമ്മൾ പൈപ്പ് വെള്ളം കൊണ്ടൊന്ന് കഴുകി നോക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് ശരിയായോ നോക്കി. ഇല്ലെങ്കിൽ സോപ്പിടും. ചിലരൊക്കെ കഴുകാൻ വേണ്ടിയല്ല സോപ്പിടുന്നത്. പോട്ടെ. രണ്ടാമത് സോപ്പിട്ട് നോക്കും. എന്നിട്ടും പോയില്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ചാരം ചകിരിയും കൂടി. പ്രൈസ് ഗോഡ്.
ഇപ്പോഴാണെങ്കിൽ വിമ്മിന്റെ ലിക്വിഡ് കൊണ്ട് കട്ടയുണ്ട്. പ്രൈസ് ഗോഡ്. തേക്കാൻ സ്പോഞ്ച് ഉണ്ട്. സ്പോഞ്ച് കൊണ്ട് പോയില്ലെങ്കിൽ സ്ക്രബ്ബർ എന്ന് പറഞ്ഞ് പരിവരുത്തൊരു സാധനമുണ്ട്. അതുകൊണ്ട് പോയില്ലെങ്കിൽ പ്രൈസ് ഗോഡ് ഇരുമ്പ് സ്റ്റീലുണ്ട് സാധനം മേടിച്ചിട്ട് ഉരയ്ക്കും. ഹല്ലേലൂയ. നാളെ ഒരാളിങ്ങനെ കുറെ ഉരച്ച് നോക്കിയപ്പം പോകുന്നില്ല. പറഞ്ഞു ഇവിടെ ചൂടാക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇത് തീയിലോട്ട് വച്ചാൽ പ്രൈസ് ഗോഡ് പോകേണ്ടതാണെങ്കിൽ ഉരുകിപ്പോവും, അല്ലെങ്കിൽ ഇത് കറക്കത്തേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഈ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ദൂരോട്ട് വെച്ചൊരു ചേറ. രാത്രി ദൈവമക്കളെ ഹല്ലേലൂയ, ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം. സോപ്പും കാരവും ഉപയോഗിച്ചിട്ട് ശരിയായില്ലെങ്കിൽ ഹല്ലേലൂയ ദൂരോട്ടെറി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലതിനെ നമ്മളുടെ പിന്നെ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മുറുകെ പറ്റുന്ന പാപങ്ങൾ. ഹല്ലേലൂയ. ആ മുറുകെ പറ്റുന്ന പാപങ്ങളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞാലും അത് വീണ്ടും തിരിച്ചു വരും. അതിനെ കൈകാര്യം ചെയ്യുവാൻ ഒരു മനസ്ഥിതി ഈ നാളുകളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ദൂതൻ ഇറങ്ങി വന്നാലും ഒരു ശുദ്ധീകരണം നടക്കൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ സഭയായിട്ട് ശുദ്ധീകരണം തന്നെ ഏറ്റെടുക്കാം. വ്യക്തിപരമായി ഒരു ശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷകളും അതിനുള്ള എല്ലാ കാര്യങ്ങളും സഭകൾക്കകത്ത് ദൈവദാസന്മാരിൽ കൂടെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇത്ര നല്ലൊരു തീം ദൈവസഭയുടെ 2014 കൺവെൻഷനിൽ നമുക്ക് കിട്ടിയത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഫെയ്സിറ്റി സഭയിൽ ആമേൻ ഹല്ലേലൂയ, ആ ദൈവ സ്തോത്രം, ദൈവവചനം കൊണ്ട് ദൈവം കേട്ടതുപോലെ വെട്ടി ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവവചനം കൊണ്ട് അല്ലാതെ വെട്ടിയാൽ ശരിയാകത്തില്ല. ചിലര് വിചാരിച്ചേക്കുന്നത് പുള്ളിയുടെ പേര് വെട്ടിയാൽ മതി എന്നാ. രജിസ്റ്ററിൽ നിന്നും അംഗത്വ രജിസ്റ്ററിൽ നിന്നും പേര് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് സഭയും പാസ്റ്ററും എല്ലാം കൂടെ തീരുമാനിച്ച് അംഗത്വ രജിസ്റ്ററിൽ പുള്ളിയുടെ പേര് വെട്ടിയാൽ, ഈ ഞായറാഴ്ച വെട്ടിയാൽ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്കകം ഉത്തരവ് വരും അടുത്ത മുനിസിപ്പൽ കോടതിയിൽ രജിസ്റ്റർ സഹിതം ഈ പാസ്റ്റർ ഹാജരാകാൻ. വെട്ടിയ രജിസ്റ്ററും കൊണ്ട് അവിടെ പോയി നിൽക്കണം. ദൈവമക്കളെ, പേന കൊണ്ട് വെട്ടി ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. വാളുകൊണ്ട്, വചനമാകുന്ന വാളുകൊണ്ട് വെട്ടിയാൽ ശുദ്ധീകരണം നടന്നിരിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. വേറെ ഒരു ഉപാധിയുമില്ല. ദൈവവചനമാകുന്ന വാളുകൊണ്ട് ഈ നാളുകളിൽ ദൈവസഭയിൽ നടക്കേണ്ട ശുദ്ധീകരണം നടക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വെട്ടുമ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. നമ്മളൊക്കെ വെട്ടാനായിട്ട് അത്ര പ്രഗത്ഭരൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം എടുത്ത് വെട്ടുമ്പോൾ എന്നെ കുത്തി, എന്നെ വെട്ടി എന്നൊക്കെ കംപ്ലൈന്റ് വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലേ, ഏതെങ്കിലും ഒരു ദേവദാസൻ ഒരു ഞായറാഴ്ച വചനമെടുത്ത് ഒരു കറക്ഷൻ പ്രസംഗിച്ചാൽ അന്ന് വൈകുന്നേരത്തിനൊക്കെ ഫോൺ കോൾ വരും. ഇല്ലേ, ഒരു കറക്ഷൻ പ്രസംഗിച്ചാൽ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമ്മളൊന്നും വെട്ടാൻ അത്ര പ്രഗത്ഭരല്ല. ആമേൻ, പ്രൈസ് ഗോഡ്. കർത്താവ് 3.5 കൊല്ലം കൊണ്ട് കിടന്ന ചീഫ് പത്രോസിൻ വെട്ടിയിട്ട് മഡ്ഗാർഡിനാ കൊണ്ടത്. അപ്പൊ നമ്മൾ വെട്ടിയാൽ ചിലപ്പോ മഡ്ഗാർഡല്ലേ കൊള്ളത്തുള്ളൂ, ചെവിയലേ കൊള്ളത്തുള്ളൂ. ഇവന്റെ കഴുത്ത് അവിടെ വെക്കും, അവൻ പിന്നെയും ചെന്ന് ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹല്ലേലൂയ. വെട്ടി പാളിപ്പോയാലും, വെട്ട് ചീറ്റിപ്പോയാലും, വെട്ട ഏറ്റില്ലെങ്കിലും, ഹല്ലേലൂയ, അതിന്റെ കൂടെ ഈ വെട്ടിന്റെ കൂടെ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? തീയിലോട്ടൊരു തള്ള്. ഹല്ലേലൂയ. ദൈവസഭയിൽ ആരാധനയുടെ തീ ഉയരുമ്പോൾ, വചനത്തിന്റെയും അവൻ ആരാധനയുടെയും ശക്തി ഉയരുമ്പോൾ, ഒരു ശത്രുവിനും എതിർത്തു നിൽക്കാൻ കഴിയാതെ കണ്ട് സഭയിൽ ശുദ്ധീകരണം നടക്കും.
ആരാധന കൊണ്ട്, ദൈവവചനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, വചന ശുദ്ധീകരണം സഭയുടെ അല്ല, വ്യക്തികളുടെ അല്ല, ലോകത്തിന്റെ മുഴുവൻ ശുദ്ധീകരണവും വചനം കൊണ്ടും തീ കൊണ്ടും നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടോ. തീ കൊണ്ട് ശുദ്ധീകരണം നടക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചെവി പോയ, മഡ്ഗാർഡ് പോയ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ഗോഡ് വ്യക്തിയല്ല, മൽക്കൂസിനെ അല്ല കാണുന്നവർ, നിനക്കെതിരായി നിൽക്കുന്ന മൽക്കൂസുമാര്, അല്ല സാൻബല്ലത്തുമാര്, തോബിയാവുമാര്, സഭയിൽ ശുദ്ധീകരണം വചനത്താലും തീയാലും നടക്കുമ്പോൾ ചാരമായി മാറും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ, ആരാധനയുടെ ശക്തിയാൽ, പ്രൈസ് ഗോഡ്, ദൈവസഭയ്ക്ക് എതിരായി നിൽക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, വചനം, അതിനോട് ചേർന്നുള്ള ആരാധന, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഇത് രണ്ടും കൂടെ ചേർന്നാൽ അവൻ വെട്ടും നടക്കും, കത്തിക്കലും നടക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിന് ദൈവസഭയ്ക്കകത്ത് ആമേൻ ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം അങ്ങ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വചന ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ 2014 ഈ ദൈവസഭയിലെ ഏറ്റവും ചെറിയ സഭ പോലും, അല്ലല്ലോ, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ 1000 പേരെ, അല്ലല്ലോ 2 പേർ ചേർന്നാൽ 10,000 ഓടിക്കുന്നത് പോലെ, അല്ലല്ലോ ഏറ്റവും ചെറിയവൻ 10 പറ പിടിച്ചുകൂട്ടിയതുപോലെ ഈ 2014 ദൈവസഭയില് ഒരു വലിയ കൊയ്ത്തുണ്ടെന്ന് വിശ്വസിക്കുക ദൈവമക്കൾ. സ്തോത്രം ആരാധിക്കാമോ? Yes, I do believe there is a great harvest. Praise God, ഒരു വലിയ കൊയ്ത്ത് നമുക്ക് 2014 ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരൊറ്റ അനുഭവം പറയാം. 3 വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ PG വർഗീസ് സാറിന്റെ പത്താൻകോട് ഡിവിഷന്റെ കൺവെൻഷൻ നടക്കുമ്പോൾ എന്നെ സ്പീക്കറായിട്ട് വിളിച്ചു. ആ കൺവെൻഷനിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മ ഇപ്രകാരം പറഞ്ഞു, 7 വർഷമായിട്ട് 13 വിശ്വാസികളെയും കൊണ്ട് മനസ്സ് മടുത്തിട്ട് സുവിശേഷ വേല അവസാനിപ്പിച്ച് പോകാൻ ചിന്തിച്ച് ഒരു ദൈവദാസനെ ഞങ്ങൾക്ക് തിരുപ്പുണ്ട്. വേലക്കാരുടെ കോൺഫറൻസ് മീറ്റിംഗ് കഴിയുമ്പോൾ വന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിപ്പിക്കണമേ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ അപ്പം തന്നെ എഴുന്നേറ്റില്ല. എനിക്ക് മീറ്റിംഗ് കഴിയുന്നവരൊന്നും നിൽക്കാൻ നേരമില്ലെന്ന്. അത് ഞാനാണ്. ഞാൻ 7 വർഷമായി 13 വിശ്വാസികളെയും കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച പറഞ്ഞു. ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഞങ്ങളുടെ ജോണി പാസ്റ്റർ അദ്ദേഹത്തെ പറഞ്ഞ് പിരിയാനാണ് ഞാൻ വന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അന്ന് ഇതുപോലെ ഒരു ചെറിയ ഒരു ദൂതായിരുന്നു എന്ന് കേട്ടത്. അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞങ്ങളുടെ സഭയിലൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിചാരിച്ച് പഞ്ചാബിൽ അടുത്തങ്ങനെ കിടന്നൊരു സഭയാണ്, വരാമെന്ന് പറഞ്ഞു. കൺവെൻഷൻ കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് 10 മണി 11 മണിയായി ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഫോൺ വരുന്നു. പ്രൈസ് ഗോഡ്, ഞങ്ങളുടെ അടുത്ത് വരത്തില്ലേ? ഞാൻ പറഞ്ഞു, എവിടാ, സ്ഥലം എവിടാ? പ്രൈസ് ഗോഡ്, ഖന്ന എന്ന് പറയുന്ന ഒരു സ്ഥലം, പഞ്ചാബിൽ നിന്ന് ലുധിയാനയിലേക്ക് പോകുന്ന വഴിയിൽ ഏതാണ്ട് 80-90 കിലോമീറ്റർ മാറിക്കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഖന്ന. അവിടെ ഇവർ കാത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഏതാനും പറഞ്ഞു പോയതല്ലേ. ഞങ്ങൾ അവിടെ ചെന്ന് കയറുമ്പോൾ ഏതാണ്ട് 12 മണിയാണ്. അന്ന് രാത്രി പാവങ്ങൾ കുറേ ചപ്പാത്തിയും പരിപ്പുമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ നിലവാരം അറിയണമെങ്കിൽ, അവരുടെ ഭൗതിക നിലവാരം അറിയണമെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് കണ്ട ഒരു കാര്യം പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കട്ടോര അല്ലേ, തവറ, പ്രൈസ് ഗോഡ്, സ്റ്റീലിൻ്റെ ഒരു ചെറിയ കോപ്പയ്ക്കകത്താണ് പരിപ്പ് കറി. പ്രൈസ് ഗോഡ്, ഞങ്ങളെല്ലാവരും പരിപ്പ് കറി, മഞ്ഞ കളറുള്ള പരിപ്പ് കറി തീർക്കാൻ നോക്കിയപ്പോൾ അകത്ത് ചുമന്നൊരു സാധനം കിടക്കും. എല്ലാ പാത്രത്തിലും കിടക്കും. നോക്കിയപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ലേബൽ പൊളിച്ചു കളഞ്ഞിട്ടില്ല. നമുക്ക് കറി വന്ന പാത്രത്തിൻ്റെ ലേബൽ, പുത്തൻ പാത്രം അന്ന് മേടിച്ചതാണ്, അതിൻ്റെ ലേബൽ പൊളിച്ചു കളയാതെയാണ് അതിൽ പരിപ്പ് കറി വിളമ്പി ദൈവദാസന്മാർക്ക് ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു തന്നത്. അത്രയാണ് അവരുടെ സ്റ്റാൻഡേർഡ്.
ഹല്ലേലൂയ. ഒന്നും വലിയ വിവരമൊന്നുമില്ല. അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചു. ദൈവവചനത്തിന് ഒരു ചെറിയ ചിന്ത ഷെയർ ചെയ്തു. ആ ദൈവദാസനോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച മുതൽ ഹല്ലേലൂയ ആരാധനയ്ക്കും വചനത്തിനും പ്രാധാന്യം കൊടുക്കണം, വ്യത്യാസം കാണും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ഒട്ടും അതിശയോക്തിയില്ല ഞാൻ പറയട്ടെ. പിറ്റേ ഞായറാഴ്ച ആരാധനയ്ക്ക് അവിടുത്തെ വന്ന ആളുകളുടെ എണ്ണം 38 പേര്. ഹല്ലേലൂയ. വേറെ ഒന്നും ചെയ്തില്ല. കൺവെൻഷൻ നടത്തിയില്ല, ഉപവാസ പ്രാർത്ഥന വെച്ചില്ല, വീട് സന്ദർശനം നടത്തിയില്ല, പരസ്യയോഗം നടത്തിയില്ല. നിങ്ങളായിരിക്കുന്ന സഭയ്ക്കകത്ത് ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന ഉയരട്ടെ. ദൈവവചനം ഉയരട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലർ രാത്രികാലെ പ്രാർത്ഥിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ എന്നുള്ളത് പാടാനുള്ള വരികളല്ല, അനുഭവിക്കാനുള്ള സത്യമാണ്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അന്ന് രാത്രി പൗലോസും ശിലാസും വേദനകൾ സഹിച്ച്, ഭാരങ്ങൾ സഹിച്ച്, കഷ്ടങ്ങൾ സഹിച്ച് ദൈവത്തിന് സ്തോത്രം, പുറം മുഴുവൻ തല്ലുകൊണ്ട് കീറിയ വസ്ത്രത്തോടുകൂടെ കാലുകൾ ആമത്തിട്ട് പൂട്ടി, ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഒന്നും ചെയ്യാൻ ഇല്ലെന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ പൂട്ടി കാരാഗ്രഹ പ്രമാണി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പൗലോസേ, ശിലാസേ, അവൻ അവിടെ കിടന്നുറങ്ങട്ടെ, അവൻ താക്കോല് കൊണ്ടുപോകട്ടെ, അവൻ നിന്നെ പൂട്ടിയിടട്ടെ, നിന്റെ സഭയെ പൂട്ടിയിടട്ടെ, നിന്റെ ശുശ്രൂഷയെ പൂട്ടിയിടട്ടെ, നിന്റെ പ്രസ്ഥാനത്തെ പൂട്ടിയിടട്ടെ. അകത്ത് കിടന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. I command in the name of Jesus. 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 ഇന്ദ്രാത്രി അഴിയ, ഇന്ദ്രാത്രി അഴിയ, ഇന്ദ്രാത്രി അഴിയ, ഇന്ദ്രാത്രി അഴിയ, ഇന്ദ്രാത്രി അഴിയ, ഇന്ദ്രാത്രി ഇന്ദ്രാത്രി പുത്ര പൗലോസേ, ശിലാസേ, നിന്റെ കയ്യിൽ കുന്തമില്ല, നിന്റെ കയ്യിൽ വേലില്ല, നിന്റെ കയ്യിൽ പ്രൈസ് ഗോഡ് വില്ലില്ല, അമ്പുമില്ല, വാളുണ്ട്. എത്ര പേരുടെ കയ്യിലുണ്ട്? എത്ര പേരുടെ കയ്യിലുണ്ട്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ നമ്മുടെ കയ്യിലുള്ള വാളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ വാളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇതുകൊണ്ട് ഭാരതം നേടും, ഇതുകൊണ്ട് കേരളം നേടും, ഇതുകൊണ്ട് തിരുവല്ല നേടും, ഇതിനുകൊണ്ട് പത്തനംതിട്ട ദൃഷ്ടിക്ക് നേടും. അടപല ഹദുര ജഗലക രഗത. വേറെ ഒരു ആയുധം വേണ്ട. ജീസസ് ജീസസ് ജീസസ്. ടെക്നിക്ക് വേണ്ട, ഫണ്ട് വേണ്ട, ഹല്ലേലൂയ, വേറെ ഒന്നും വേണ്ട. പ്രൈസ് ഗോഡ്. രാത്രി ഞാൻ ചോദിക്കട്ടെ, ശിലാസേ, പൗലോസേ, നിന്റെ കയ്യിൽ കാരാഗ്രഹത്തിന്റെ തുറക്കാനുള്ള താക്കോലുണ്ടോ? നോ, ഇല്ല. പിന്നെ നിനക്ക് എന്തറിയാം?
ഒരു കാര്യം അറിയാം, ഇവിടെ കിടന്നുകൊണ്ടായാലും ആരാധിക്കാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം. ബന്ധനത്തിൽ കിടക്കുന്ന അനുഭവത്തെ കുറിച്ച് ഇന്ന് രാത്രി ഭാരപ്പെടല്ലേ. പൂട്ടിയിട്ടിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് ഇന്ന് രാത്രി ഭാരപ്പെടല്ലേ. പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ സ്തോത്രം പറഞ്ഞാട്ട്, ആരാധിക്കാൻ അറിയാവുന്നവർ സ്തോത്രം പറഞ്ഞാട്ട്. മതി മതി മതി. വാതിലുകളെ തുറക്കുവാൻ അത് മതി, തങ്ങളെ പൊട്ടിക്കാൻ അത് മതി, അവൻ ഹല്ലേലൂയ പൂട്ട് തകർക്കാൻ അത് മതി. ജീസസ് 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 ജീസസ്. ഉടമല ഹതുലക ജഗരക ജഗര സമ്പൽ അർത്തലെ ബൗഡേ ശഗരക ജഗര അത്തുന ജഗരക ജഗജഗ സന്ത ഉട്ടൽ ഖൗഡേ ശഗരക ജഗര മെഗാപാര ധീരലാര. യേശുവിന്റെ നാമത്തിൽ മന്ദതകൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ തളർച്ചകൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ മടുപ്പുകൾ മാറട്ടെ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വിശുദ്ധൻ ആരാധിച്ചാൽ, ഒരു വിശുദ്ധൻ ഒരു പാട്ട് പാടിയാൽ, ഒരു വിശുദ്ധൻ ഒന്ന് കൈ കൊട്ടിയാൽ ആ അടിസ്ഥാനം കുലുങ്ങും. ഇന്ന് രാത്രി അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ, അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ. ദൈവമക്കൾക്കെതിരായി, ദൈവജനത്തിനെതിരായി, ദൈവസഭയ്ക്കെതിരായി ശത്രു കെട്ടിപ്പൊക്കിയ അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ. ആമേൻ. പൗലോസ് പറഞ്ഞു, ഞാൻ വാഗ്വൈഭവമുള്ളവനായിട്ടല്ല നിങ്ങളുടെ അടുക്കൽ വന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് അരച്ച് കലക്കി കുടിച്ച പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വലിയ തത്വജ്ഞാനങ്ങൾ ഗ്രീക്കും ഹല്ലേലൂയ ഹീബ്രായ ഭാഷയിൽ നിന്നുമുള്ള ഉന്നതമായ കൊട്ടേഷൻസ് പറയാനല്ല ഞാൻ വന്നത്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നമുക്ക് വേണ്ടി ഒരുവൻ, നമുക്ക് വേണ്ടി ഒരുവൻ, എനിക്ക് വേണ്ടി ഒരുവൻ കാൽവരിയിൽ യാഗമായി തീർന്നു. അവനിൽ പാപങ്ങളുടെ മോചനമുണ്ട്, ശാപങ്ങളുടെ മോചനമുണ്ട്. ഈ വചനപ്രകാരം ശാപം അഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് വേറെ ശാപക്കാരിറങ്ങിയേക്കുന്നത് മനസ്സിലായി. വചനപ്രകാരം ശാപത്തെ മോചിപ്പിക്കാൻ, കെട്ടാനും അഴിക്കാനുമുള്ള വചനമുള്ളവൻ ചെയ്യാതിരുന്നാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പണ്ടൊരു വചനമുണ്ട്, താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ നായിരിക്കും. ഹല്ലേലൂയ. എനിക്ക് ശാപം അഴിക്കുന്നത് ഞാൻ എതിരല്ല, പ്രൈസ് ഗോഡ്. പക്ഷേ വചനം ശരിയായിട്ട് അഴിക്കണം, അത്രേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഇപ്പോഴത്തെ കുഴപ്പം, പ്രധാനദാസം പറഞ്ഞു, സ്കേവയുടെ മക്കള് ശുശ്രൂഷിക്കാൻ ഇറങ്ങിയപ്പോൾ പ്രൈസ് ഗോഡ് സ്ട്രീക്കിങ് നടത്തേണ്ടി വന്നു. പത്രോസിനെ പരിചയമുണ്ട്, പൗലോസിനെ പരിചയമുണ്ട്, യേശുവിനെയും പരിചയമുണ്ട്. നീ ആര്? അതിപ്പോ ചോദിക്കുന്നില്ല പുള്ളി. ഇപ്പൊ കൂട്ടുകച്ചവടം. ഒറ്റ കാര്യമേ ഉള്ളൂ, സത്യവചനം പ്രസംഗിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭയിലോട്ട് പോകരുത്. ഹല്ലേലൂയ. നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണെങ്കിൽ, സത്യസഭ വിശ്വാസികളാണെങ്കിൽ, നമ്മളോടാണ് പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല. ഇന്ന് രാത്രി ഒരു ജയത്തിന്റെ ആരാധന ഉയരട്ടെ, ഒരു ജയത്തിന്റെ ശബ്ദം ഉയരട്ടെ, ജയത്തിന്റെ ഘോഷം ഉയരട്ടെ, ജയത്തിന്റെ ഒരു ഹല്ലേലൂയ ഉയരട്ടെ, ജയത്തിന്റെ ഒരു അന്യഭാഷ ഉയരട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ വചനവും ആരാധനയും കൂടെ ഒന്നിച്ചു പോയാൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ സ്തോത്രം നമുക്കുണ്ട്. അതിന് 2 കാര്യം ചെയ്താൽ മതി. വചനവും ആരാധനയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ്
2 കാര്യം ചെയ്താൽ 3 വാഗ്ദത്തം കിട്ടും. അതോടെ പ്രശ്നമങ്ങ് മാറും. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിസ്തരിച്ച് ആരെ ഏൽപ്പിക്കാനൊന്നും പോകണ്ട. ദൈവം എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചെതറിപ്പോകും. നീതിമാന്മാരുടെ സഭയിൽ ദുഷ്ടൻ എഴുന്നേറ്റ് നിൽക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പകരം ചെയ്യണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആമേൻ, 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ. 2, അശുദ്ധമായതൊന്നും തൊടരുത്. ഈ 2 പ്രമാണം മനസ്സിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ദാനിയേൽ തോക്കത്തില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ വന്ന 3 എബ്രായ ബാലന്മാരെ കുറിച്ച് പ്രസംഗിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും പ്രസംഗിക്കാറുണ്ട്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, സമഭൂമിയിൽ 60 മുഴ ഉയരമുള്ള സ്വർണ്ണബിംബം നിവർത്തിയിരിക്കുമ്പോൾ അതിനെ നമസ്കരിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അതുകൊണ്ടാണ് അവർ നമസ്കരിച്ചില്ല. അതുകൊണ്ടാണ് തീച്ചുളയിൽ പോയത്. ദാനിയേലച്ചൻ എന്ത് ചെയ്യും? ദാനിയേലച്ചൻ അങ്ങോട്ട് വന്നു പോലുമില്ലെന്ന്. ദാനിയേലച്ചൻ കുമ്പിടും തോന്നുന്നുണ്ടോ? ദാനിയേൽ പ്രതിമയെ നമസ്കരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. അവൻ മനസ്സിലാക്കി സമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന 60 മുഴ ഉയരമുള്ള തങ്ക ബിംബം രാജാവിന് എത്ര പ്രിയപ്പെട്ടതായാലും എന്റെ മഹാരാജാവിന് പ്രിയമുള്ളതിന് വിട്ട് ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യെരൂശലേമിലെ നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് മ്ലേച്ഛതയ്ക്കെതിരായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നീയാണ് ഏറ്റവും പ്രിയ പുരുഷൻ. അല്ലാതെ ദുരാസമഭിച്ചെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കലല്ല, ദുരാസമഭിച്ചെന്ന് കലക്കമുണ്ടാക്കണ്ട. ഞാൻ പറയുന്നത് മറ്റ് സഭകളെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാൻ പോകണ്ട, മറ്റ് ശുശ്രൂഷകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകണ്ട. അല്ല, ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ദുരുപദേശം നാട്ടു മുഴുവനുമുണ്ട്, എന്റെ പക്കൽ സതുപദേശമുണ്ട്. ഹല്ലേലൂയ, 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 ആമേൻ. ഉപദേശത്തിന്റെ ലക്ഷണം വചനമാണ് നിശ്ചയിക്കേണ്ടത്. അപ്പം ദൈവത്തിന്റെ സ്തോത്രം. ദാനിയേൽ അങ്ങോട്ട് പോയില്ല. എന്ത് ചെയ്ത? ദാനിയേലിന്റെ പ്രമാണം എന്നാ? അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ. ദൈവദാസന്മാർ പോകണ്ടാത്തടത്ത് പോകരുത്. ദൈവദാസന്മാർക്ക് ചെല്ലണ്ടാത്ത സ്ഥാനത്ത് ചെല്ലരുത്. നിങ്ങൾക്കറിയാമോ, പ്രൈസ് ഗോഡ്, ഒരു കാലത്ത് ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞാൻ ഇന്നതെന്ന് പറയുന്നില്ല, ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് ഇറങ്ങിയ കാലത്ത് അവൻ ചിലതിനെയൊക്കെ കണ്ടാൽ ശാസിക്കുമായിരുന്നു യേശുവിന്റെ നാമത്തിൽ, ചിലതൊക്കെ കണ്ടാൽ ശാസിക്കുമായിരുന്നു യേശുവിന്റെ നാമത്തിൽ, ചില വ്യക്തികളെയൊക്കെ കണ്ടാൽ ശാസിക്കുമായിരുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് തോളെ കൈയിട്ടേക്കുക. വേർപെട്ടിരിപ്പി. വിശുദ്ധിയുടെ ഏറ്റവും പരമമായ പ്രമാണം വേർപാടാണ്. ദൈവസഭ വേർപാടിന് വേണ്ടി നിൽക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും വേർപാടിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്തതിനെ ആരാധിക്കാം. രണ്ടാമത്, അശുദ്ധമായതൊന്നും തൊടരുത്. ദാനിയേലിന്റെ പ്രമാണം അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: രാജാവിന്റെ ഭോജനം കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്ന്. രാജാവിന്റെ പന്തിയിൽ നിന്ന് ഭോജനവും എല്ലാം നിശ്ചയിച്ചപ്പോൾ അകത്ത് തീരുമാനിച്ചു, ഞാൻ ഇതുകൊണ്ട് എന്നെ അശുദ്ധമാക്കത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. 10 ദിവസം പരീക്ഷിക്കാൻ പറഞ്ഞു, 10 ഇരട്ടി വിശിഷ്ടരായി. ഇന്ന് രാത്രി 10 ദിവസം വേർപാടിന്റെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് അശുദ്ധമായതുകൊണ്ട് വേർപെട്ട് നിന്നാൽ 10ാം ദിവസം നീ ശ്രേഷ്ഠനാണെന്നും നിന്നെ പോലെ ശ്രേഷ്ഠൻ ദേശത്ത് ഇല്ലെന്നും നീയാണ് വിശ്വസ്തനെന്നും നീയാണ് വിശുദ്ധനെന്നും തെളിയിക്കാൻ എന്റെ ദൈവമുണ്ട്, ദാനിയേലിന്റെ ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണമെന്നുള്ള കരമേറിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ചിലത് തുടരുത്, ചിലത് വേർപെടണം. അതിനകത്ത് വ്യക്തിയുണ്ട്, കൂട്ടങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്, എല്ലാമുണ്ട്. വേർപെടണം. ഇത് രണ്ടും ചെയ്താൽ പ്രോമിസ് 1, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടകൊള്ളുകയും ചെയ്യും. എന്റെ സഭയിൽ ആരാധന സമയത്ത് യേശു നടകൊള്ളണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം ഒരു സ്തോത്രം ചെയ്താൽ ആരാധിച്ചാട്ടെ.
അവിടെ ആരും വരണ്ടെന്ന്, ഒരു പ്രമുഖനും വരണ്ട. രണ്ടുപേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, 2-3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞവൻ മതി. എണ്ണമല്ല വിഷയം, ഗുണമാണ് വിഷയം. ആമേൻ. ദൈവമക്കളെ, ഇന്ന് ദൈവസഭയിൽ പല സഭയിലും കാശില്ലാത്ത തന്നെ ദശാംശം പങ്കിട്ട് ടവറിലേക്ക് അയക്കും, നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കും, വടക്കേ ഇന്ത്യയിലേക്ക് അയക്കും, തെക്കേ ഇന്ത്യയിലേക്ക് അയക്കും. പ്രൈസ് ഇപ്പം ആഫ്രിക്കയിൽ ഒരു അയക്കാൻ തുടങ്ങിയിരിക്കുക. ദശാംശം അയക്കേണ്ടത് ആഫ്രിക്കയിലേക്കും അന്റാർട്ടിക്കയിലേക്കും അല്ല, ദശാംശം വരേണ്ടത് സഭയിലാണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അയച്ചോണം. ഇന്ന് വിശ്വാസികൾ കൃത്യമായി ദശാംശം അവരവർ ആരാധിക്കുന്ന സഭയിൽ കൊടുക്കാത്തത് കൊണ്ട് 2 കാര്യങ്ങൾ നടക്കുന്നു. 1, ഇവർ അനുഗ്രഹിക്കപ്പെടുന്നില്ല കൊടുത്തവര്. 2, ഇവരെ തീറ്റിപ്പോറ്റുന്ന സഭ അനുഗ്രഹിക്കപ്പെടുന്നില്ല. സഭയ്ക്കും ഗുണമില്ല, ഇവർക്കും ഗുണമില്ല. രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഫെയ്ത്ത് സിറ്റി സഭയിൽ 14 പേര് വെച്ച് ആരംഭിച്ചിട്ട് ഇന്ന് വരെ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞാനൊരു ഫണ്ട് അവിടെ തിരിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ ആരാധിക്കുന്നവർ ഒരുപടി വന്നിട്ടുണ്ട്. അവരുടെ ദശാംശം മുഴുവൻ സഭയിൽ കൊണ്ടുവരും. ഒരു സഭയുടെ ആവശ്യം നടക്കാൻ അത് മതി. വിശ്വസിക്കാൻ അങ്ങനെ അടുത്ത ആഴ്ച മുതൽ എന്റെ സഭയുടെ ആവശ്യങ്ങൾ സകല ബുദ്ധിമുട്ടും തീർക്കത്തക്കവണ്ണം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ എന്റെ സഭയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി തീർത്തു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്വന്തം പറഞ്ഞാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പിശാചേ, നീ വിട്ടു പോ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവരുടെ മധ്യവസിക്ക് അവരുടെ നടക്കുകയും ചെയ്യും. പ്രോമിസ് 2, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. പ്രോമിസ് 3, 18-ാം വാക്യം, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. എന്നിട്ടാണ് പറയുന്നത്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. രാത്രി കണ്ണുകളടയ്ക്കാം. ആമേൻ. നമുക്ക് ആവശ്യങ്ങൾ പലതാണ്, ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട്. ഇതെല്ലാം തരാൻ കഴിവുള്ള സമ്പന്നനായ ഒരു പിതാവ് നമുക്കുണ്ട്. തിന്ന് ശേഷിപ്പിക്കത്തക്കവണ്ണം, കൂലിക്കാർ പോലും തിന്ന് ദശിക്കത്തക്കവണ്ണം വിളമ്പാൻ കഴിയുന്നൊരു പിതാവ് നമുക്കുണ്ട്. അവൻ എനിക്ക് വിളമ്പണം, എൻ്റെ കുടുംബത്തിൽ വിളമ്പണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിളമ്പണം, എൻ്റെ സഭയ്ക്ക് വിളമ്പണം, എൻ്റെ പ്രസ്ഥാനത്തിന് വിളമ്പണം. ആഗ്രഹിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, എൻ്റെ സഭയ്ക്ക് വേണ്ടത് നീ വിളമ്പണമേ, എൻ്റെ കുടുംബത്തിന് വേണ്ടത് നീ വിളമ്പണമേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടത് വിളമ്പണമേ, എനിക്ക് വേണ്ടത് നീ വിളമ്പണമേ. സമൃദ്ധിയായി തിന്ന് ശേഷിക്കത്തക്കവണ്ണം, തൃപ്തരാകത്തക്കവണ്ണം വിളമ്പണമേ. വിളമ്പുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിളമ്പണമെന്ന് ആഗ്രഹമുള്ളവർ, യെശയ്യാവ് തീക്കനലുമായി ദൈവദൂതൻ വന്നപ്പോൾ വായ തുറന്നത് പോലെ എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം നിന്റെ കുടുംബത്തിൽ വിളമ്പട്ടെ, നിന്റെ സഭയിൽ വിളമ്പട്ടെ, നിന്റെ ജീവിതത്തിൽ വിളമ്പട്ടെ. താല്പര്യമുള്ള കരം ഉയർത്തി പിടിച്ചാട്ട്. അവൻ സമയം 2 മിനിറ്റേ ഉള്ളൂ. ഹല്ലേലൂയ. എനിക്ക് പ്രത്യേകം ആദ്യം കിട്ടണമെന്നുള്ളവൻ എന്തെന്ന് അറിയാമോ? ഇവിടെ കല്യാണപ്പം ഞാൻ ഒത്തിരി പോയിട്ടുണ്ട്. ആദ്യം ഇടിച്ചു കയറും, ആദ്യം കഴിച്ചു പോകാൻ. അങ്ങനെയുള്ള ആദ്യം കിട്ടണമെന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് വരാൻ ഇച്ചിരി സ്ഥലമുണ്ട്. അധികം പേര് വരരുത്. ആദ്യം എനിക്ക് വിളമ്പണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഏറ്റവും പുറകിൽ നിന്നായാലും വേണമെങ്കിൽ മുമ്പോട്ട് വരാൻ ഇച്ചിരി സ്ഥലമുണ്ട്. എല്ലാവരും കൂടെ വരല്ലേ. പ്രൈസ് ഗോഡ്. ഞാൻ വിചാരിക്കുന്നു അവൻ ദൂരത്തിന് അടുത്ത് ചെല്ലുമ്പം അതിൻ്റെതായ ഒരു മെച്ചമുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നാട്ടെ. ആമേൻ. ദൈവം എനിക്ക് വേണ്ടി വിളമ്പണമെന്ന് താല്പര്യമുള്ളവർക്ക് മുമ്പോട്ട് വരുവാനുള്ള ഈ സന്ദർഭത്തിൽ ദൈവം അയക്കുന്നവർ മാത്രം മുമ്പോട്ട് വരട്ടെ. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി സമൃദ്ധിയായി വിളമ്പുവാൻ സ്വർഗത്തിൽ എൻ്റെ അപ്പച്ചൻ്റെ പക്കലുണ്ട്. അവൻ്റെ മുക്കൽ ഒന്നിനും കുറവില്ല, ഒന്നിനും മുട്ടില്ലാതെ വണ്ണം നടത്താൻ കഴിവുള്ള, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി, അളവറ്റ ശക്തി, ദ പവർ ഓഫ് റിസറക്ഷൻ ഇന്ന് രാത്രി നിന്റെ രോഗത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ, നിന്റെ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ, നിന്റെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ, നിന്റെ സഭാ വിഷയത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ, നിന്റെ ശുശ്രൂഷയുടെ വിഷയത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പോരായ്മയുണ്ടോ അവിടെ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ.
Praise God. Hallelujah. ഇനി എന്റെ ദൈവം എന്നെ സഹായിക്കണമെന്ന് താല്പര്യമുള്ള കരം ഉയർത്തിയാട്ട് നിങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. രണ്ടുപേരെ അയ്യമ്പത്തോട്ട് പ്രാർത്ഥിച്ചാൽ തരാമെന്ന് പറഞ്ഞ ദൈവം തരട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, രണ്ടുപേർ ഐകമത്യപ്പെട്ട് ഭൂമിയിൽ വെച്ച് എന്ത് യാചിച്ചാലും തരാമെന്ന് പറഞ്ഞാണ് കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള മനസമാധാനം, ഞങ്ങൾക്ക് ആവശ്യമുള്ള സന്തോഷം, ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭാ ശുശ്രൂഷകന്മാർ, ഈ ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് തരാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയ മക്കളുമായി യോജിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ആകാശത്തിലെ കിളിവാതിലുകൾ തുറക്കട്ടെ. സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി ഈ ജീവിതങ്ങളുടെ മേൽ right now യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. സകല തടസ്സങ്ങളെയും ഞാൻ വെട്ടിമാറ്റുന്നു. I break the power of devil tonight. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ